ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനുള്ള മറ്റൊരു കാര്യം, മനുഷ്യവർഗവും പ്രകൃതിയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ദൈവത്തിൻ്റെ ഒരു ഇക്കോണമി, ഇംഗ്ലീഷ് വാക്കിലാണ് ഇക്കോണമി എന്ന് പറയും. ദൈവസ്ഥാപിതമായൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. ദൈവസ്ഥാപിതമായ ഈ വ്യവസ്ഥ അനുസരിച്ച് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാം സൃഷ്ടിച്ച് മനുഷ്യനെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം എല്ലാം ഒരുക്കിയതിന് ശേഷമാണ് അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യനും ദൈവം തമ്മിലുള്ള ഗാഢമായ ഒരു ബന്ധം, ഈ ഗാഢമായ ബന്ധമാണ് മനുഷ്യനിൽ ദൈവിക ജീവൻ സമർത്ഥമാക്കുന്നത്. ആ ദൈവിക ജീവൻ മനുഷ്യനിൽ നിന്ന് പ്രപഞ്ചത്തിലേക്കും പ്രകൃതിയിലേക്കും എല്ലാം പ്രസരിക്കണം. അങ്ങനെ ദൈവമിട്ട ഈ ഇക്കോണമി അല്ലെങ്കിൽ ദൈവസ്ഥാപിതമായ ഈ വ്യവസ്ഥ അതൊരു ക്രമമാണ്, ഒരു ഓർഡറാണ്. അപ്പം ദൈവം എല്ലാത്തിനും ഒരു ഓർഡർ നിശ്ചയിച്ചു. ഉദാഹരണത്തിന് ഭൂമിയിൽ നിന്ന് ഇത്ര കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ നിൽക്കേണ്ടത്. ഭൂമി ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് കറങ്ങേണ്ടത്. സൂര്യനിൽ നിന്ന് എന്തോരം അകലെയാണ്, അതുപോലെ മഴ പെയ്യേണ്ടത്, അതുപോലെ ഈ ഭൂമിയിൽ പുല്ല് മുളയ്ക്കേണ്ടത്. ഈ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ ഒരു ഇക്കോണമിയാണ് ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു ദൈവസ്ഥാപിതമായൊരു വ്യവസ്ഥയാണ്. അപ്പോൾ ഈ വ്യവസ്ഥ അനുസരിച്ച് എല്ലാം ഭദ്രമായിരിക്കുന്നതാണ്, ഓർഡറിലായിരിക്കുന്നതാണ് പർദീസ എന്ന് പറയുന്നത്. അപ്പം ദൈവം ഇവിടെ ഒരു പർദീസ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവനിശ്ചിതമായ ഒരു ക്രമം, ഒരു ഓർഡർ. നിശ്ചിത സമയത്ത് മഴ പെയ്യുക, നിശ്ചിത സമയത്ത് വെയിൽ തെളിയുക, നിശ്ചിത സമയത്തെല്ലാം അതിൻ്റെ ക്രമത്തിൽ പോവുക. അപ്പോൾ ഒരു ക്രമമുണ്ട് ഇവിടെ. അപ്പോൾ ഈ ക്രമം നിലനിർത്തേണ്ടത് മനുഷ്യൻ്റെ സഹകരണത്തോടെയാണ്. ദൈവത്തിന് മനുഷ്യൻ്റെ സഹകരണം ആവശ്യമുണ്ട്. കാരണം മനുഷ്യനെ ദൈവം അത്രമാത്രം വിലമതിക്കുന്നു, മനുഷ്യനെ ദൈവം അത്രമാത്രം വിലയുള്ളവനായി കാണുന്നു. ദൈവത്തിൻ്റെ സഹകാരിയായി, സഹപ്രവർത്തകനായി മനുഷ്യനെ കാണുന്നു. സൃഷ്ടികർമ്മത്തിൽ ദൈവം മനുഷ്യനെ പങ്കെടുപ്പിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവരായി നിങ്ങൾ വർദ്ധിച്ച് പെരുകാൻ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ, ഇവിടുത്തെ ക്രമത്തെ നിലനിർത്താൻ ദൈവം മനുഷ്യനെ ആധിപത്യമുള്ളവനായിട്ട് ഉയർത്തുകയാണ്. ആധിപത്യം മനുഷ്യനായിരിക്കട്ടെ. ദൈവത്തിൻ്റെയും പ്രകൃതിയുടെയും ഇടയിൽ, ദൈവത്തെയും പ്രകൃതിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്തുന്ന, ഈ ഓർഡറിൽ കാത്തുകൊള്ളുന്ന ഒരു മധ്യസ്ഥനായിട്ടാണ് മനുഷ്യൻ വയ്ക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവം പറയുകയാണ് ആദത്തോട്, ചെയ്യരുതെന്ന് പറഞ്ഞ പ്രവൃത്തി നീ ചെയ്തതുകൊണ്ട് ഇതാ മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കുന്നു. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് മനുഷ്യൻ ചെയ്തതുകൊണ്ട് മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കുന്നു. മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കുന്നു. അതൊരു പാസീവ് വോയിസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് മണ്ണ് ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ ക്രമമെല്ലാം തെറ്റിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം അതിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയന്ത്രണം അതിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് ക്രമക്കേടിലായിരിക്കുന്നു എന്നാണ് അർത്ഥം. മണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഈ പൂഴി എന്ന അർത്ഥത്തിലല്ല അതിനെ കാണേണ്ടത്. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് എന്താ അതിനുദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും മൂലകങ്ങളെയും ഈ പ്രകൃതിയും എല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യപ്രകൃതി തന്നെ ശപിക്കപ്പെട്ടു പോയെന്ന് അതിനെ വ്യാഖ്യാനിക്കാം. മണ്ണ് ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനുഷ്യപ്രകൃതി ശാപമേറ്റതായി തീർന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യപ്രകൃതിക്ക് ദൈവസ്ഥാപിതമായ വ്യവസ്ഥ നഷ്ടപ്പെട്ടു, ചെയ്യരുതാത്തത് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു. ആ രീതിയിൽ ശപിക്കപ്പെട്ടു പോയി. അപ്പം മനുഷ്യപ്രകൃതി ശപിക്കപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഈ ദൃശ്യപ്രപഞ്ചം ശപിക്കപ്പെട്ടു പോയി. ഭൂമി ശപിക്കപ്പെട്ടു പോയി. ഭൂമിയിലെ ആവാസ വ്യവസ്ഥ അലങ്കോലപ്പെട്ടു പോയി. ഇവിടെ ക്രമക്കേടുണ്ടായി. ഇവിടെ രോഗാണുക്കൾ സമർത്ഥമായിട്ട് ഇവിടെ വ്യാപരിക്കാൻ തുടങ്ങി. ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഭൂമി കുലുങ്ങാൻ തുടങ്ങി. ഇവിടെ മഴയെ സംബന്ധിച്ച ആ ഒരു ക്രമം തെറ്റി. 40 രാവും 40 പകലും മഴ വർഷിച്ച ഒരു സംഭവമൊക്കെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിനർത്ഥം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം മനുഷ്യൻ കളഞ്ഞതോടുകൂടി ദൈവവും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം സംഭവിച്ചു, ക്രമക്കേടുണ്ടായി. അങ്ങനെ പാപം പെരുകുന്നതിനനുസരിച്ച്, മനുഷ്യനിൽ പാപം പെരുകുന്നതനുസരിച്ച് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം തകരുന്നതിനനുസരിച്ച് ഇവിടെ ക്രമക്കേടുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു.
ഇത് ദൈവം വരുത്തുന്നതാണോ? ദൈവം വരുത്തുന്നതാണോ? ദൈവം വരുത്തുന്നതല്ല. പക്ഷേ ദൈവത്തിൻ്റെ വ്യവസ്ഥയെ മനുഷ്യൻ തകിടം മറിക്കുന്നതാണ്. അതാണ് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കുന്നു എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഒരു ശാപം പ്രകൃതിയെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല രക്ഷപ്പെടേണ്ടത്, പ്രകൃതിയും പ്രപഞ്ചവും ലോകം മുഴുവനും വീണ്ടെടുക്കപ്പെടേണ്ടതുണ്ട്, രക്ഷപ്പെടേണ്ടതുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു, 8-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, അത് വ്യർത്ഥതയ്ക്ക് അടിപ്പെട്ടിരിക്കുന്നു. തുടർന്ന് നാം വായിക്കുന്നു, സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. അപ്പം സൃഷ്ടി വേണമെങ്കിൽ മണ്ണ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന്, ക്രമക്കേടിൻ്റെ പിടിയിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. അപ്പം ദൈവമക്കൾ, മനുഷ്യർ ദൈവത്തോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെട്ടാൽ, ദൈവത്തോട് ബന്ധത്തിലായാൽ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? സൃഷ്ടപ്രപഞ്ചം മുഴുവനും ക്രമക്കേട് മാറി ക്രമം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കെടുതികൾ, ഇവിടെ ഉണ്ടാകുന്ന ഡിസോർഡറുകൾ ഇതെല്ലാം മാറി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. എപ്പോൾ മനുഷ്യരെല്ലാം ദൈവവുമായിട്ട് പരിപൂർണമായ ഉറ്റ ബന്ധത്തിലായി കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകും. ആ ഒരു സ്വപ്നമാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു എന്ന് പറയുന്ന വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു, ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. തുടർന്ന് നമ്മൾ കാണുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ എന്ന് പറയുമ്പോൾ സകല മനുഷ്യരും ദൈവത്തെ സ്വീകരിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ ആകുന്നത്. മനുഷ്യരെല്ലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവിടുന്ന് മനുഷ്യരുടെ നടുവിലാകും, മനുഷ്യരുടെ കൂടാരത്തിലാകും. ഇതാ ദൈവത്തിൻ്റെ കൂടാരമാകുന്നത്. ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടാരമാകും. അപ്പം മനുഷ്യരുടെ നടുവിൽ യേശു ക്രിസ്തു, എല്ലാവരും യേശുവിനെ സ്വീകരിക്കുന്നൊരവസ്ഥ വരുമ്പോൾ, അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ കൂടാരമായി തീരും മനുഷ്യവർഗം. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടാവുകയില്ല, ഇനിമേൽ ദുഃഖമോ മറുപടിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു. അപ്പം വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അത് വ്യക്തിയിൽ ആരംഭിക്കുന്നു, വ്യക്തികളിൽ നിന്ന് വ്യക്തിയിലേക്ക് അത് വ്യാപിക്കുന്നു. അങ്ങനെ മനുഷ്യവർഗം മുഴുവനും വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ സൃഷ്ടപ്രപഞ്ചം തന്നെ വീണ്ടെടുക്കപ്പെടും. അങ്ങനെ ഈ പ്രകൃതിയെല്ലാം വിശദീകരിക്കപ്പെടും. ഇവിടുത്തെ സകല ക്രമക്കേടുകളും മാറും. ഇപ്പോൾ ഒരുപാട് ക്രമക്കേടുകൾ ഈ പ്രപഞ്ചത്തിനുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഉദാഹരണം പറഞ്ഞാൽ ഓസോൺ പാളികളെല്ലാം പൊളിഞ്ഞ് തകർന്ന് കിടക്കുകയാണെന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ സംരക്ഷിക്കാൻ വളരെ അപകടകാരികളായ ചില രശ്മികൾ, റേസുകൾ ഈ സൂര്യനിൽ നിന്ന് വരുന്നതിനെ അരിച്ച് മാറ്റി മനുഷ്യനെ കേടില്ലാത്ത രീതിയിൽ ഇവിടേക്ക് വിടുന്ന ദൈവത്തിൻ്റെ ഒരു സംവിധാനമാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ ഈ അത്യാഗ്രഹവും ഈ പുരോഗതിക്ക് വേണ്ടിയും സുഖാസക്തിക്ക് വേണ്ടിയൊക്കെയുള്ള ആ വലിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ ചൂഷണം ചെയ്ത് ഭൂമിയെ നാനാവിധമായിട്ട് ചൂഷണം ചെയ്ത് അങ്ങനെ ഓസോൺ പാളികളൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടെ ദൈവമിട്ട ചില ആവാസ വ്യവസ്ഥകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള കെടുതികൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് തന്നെ അറിയാം, മനുഷ്യൻ അമിതമായിട്ട് കീടനാശിനികളും വിഷങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവിടെ ഉണ്ടായിരിക്കുന്ന വലിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു വഴിക്ക്. അപ്പോൾ ഓരോ തരത്തിൽ കാണാവുന്നതാണ് ഇതൊക്കെ. പക്ഷേ കാണാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അദൃശ്യമായ തലത്തിൽ നടക്കുന്ന ഡിസോർഡറുകളുണ്ട്. ഇപ്പോൾ വലിയൊരു അപകടം ഉണ്ടാകുന്നു. ഈ അപകടത്തിൻ്റെ പിന്നിൽ അദൃശ്യമായൊരു ഡിസോർഡർ ഉണ്ടാകാം. ഒരു ഭൂമികുലുക്കത്തിൻ്റെ പിന്നിൽ അതുണ്ടാകാം. ഒരു അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്നതിനകത്ത് അതുണ്ടാകാം. പേമാരി, ചുഴലിക്കൊടുങ്കാറ്റ്, ഇവിടെയൊക്കെ അതുണ്ടാകാം. അപ്പോൾ ഇതെല്ലാം ഡിസോർഡറുകളാണ്. ഇതൊന്നും ദൈവം ശിക്ഷയായിട്ട് അയക്കുന്നതല്ല, പക്ഷേ ഡിസോർഡറാണ്. അത് ശിക്ഷയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു, അത് സത്യമാണ്. പക്ഷെ അത് ദൈവത്തെ അതിന് ഉത്തരവാദിയായിട്ട് കാണുന്നത് ശരിയല്ല.
ഇതെല്ലാം ദൈവം ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. ദൈവം ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ഓർഡറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, എല്ലാം നല്ലതാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ചെയ്യുന്നത്. അപ്പോൾ സൃഷ്ടി ജീർണതയ്ക്ക് അടിപ്പെട്ട് കഴിയുകയാണ്. ഈ ജീർണതയിൽപ്പെട്ട് ഞെരുങ്ങുകയാണ്, കഷ്ടപ്പെടുകയാണ്. ആ സൃഷ്ടി സ്വപ്നം കാണുകയാണ്. മനുഷ്യർ ദൈവത്തോട് വിധേയപ്പെട്ട് ദൈവമക്കളായാൽ ഞങ്ങളുടെ പ്രശ്നവും തീർന്നല്ലോ എന്ന രീതിയിൽ. അതാണ് പൗലോസ് റോമർ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നതാണ്, ഈ ദൈവം വിട്ട് ഈ ഓർഡറിലേക്ക് എല്ലാം തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വന്ന് ഇവിടം ഏറ്റവും സുഖദമായ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ആയ അനുഭവത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അറിയാതെ നമ്മളിങ്ങനെ പറയും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അത് ദൈവനിശ്ചയമാണ് എന്ന് പറയും. ഏതെങ്കിലും അപകടം ഇവിടെ സംഭവിച്ചാൽ ദൈവനിശ്ചയമാണെന്ന് പറയുന്നൊരു പതിവുണ്ട്. വാസ്തവത്തിൽ ഇവിടെ നടക്കുന്ന സകല സംഭവങ്ങളും ദൈവനിശ്ചയമാണോ? നമുക്ക് ഇത്രയും പറയാം, ദൈവം അനന്തജ്ഞാനമായതുകൊണ്ട് ദൈവം അറിയുന്നു എന്ന് പറയാം. പക്ഷെ ദൈവം നിശ്ചയിച്ചു എന്ന് പറയാൻ പാടില്ല. ദൈവം നിശ്ചയിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ദൈവനിശ്ചയത്തിന് വിരുദ്ധമായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരാളെ തല്ലിക്കൊന്നുവെങ്കിൽ അത് ദൈവനിശ്ചയമാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ദൈവം നിശ്ചയിക്കുന്ന ഒരു കാര്യം അല്ല. മനുഷ്യൻ്റെ ദുഷ്ടതയിൽ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവം വളരെ മനോഹരമായിട്ട് കാണിച്ചു തന്നു. ദൈവത്തെ കുരിശിത്തറച്ച് കൊന്നിട്ട് പോലും കാണിച്ചു തന്നു. തിരിച്ച് ഉപദ്രവിക്കുകയോ ശിക്ഷിക്കുകയോ അല്ല ചെയ്യേണ്ടത് എന്നത് കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതോ ഒന്നും ദൈവനിശ്ചയമൊന്നുമല്ല. ഇവിടെ നടക്കുന്ന അപകടങ്ങളൊന്നും ദൈവനിശ്ചയമാണെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം ഈ ക്രമക്കേടിൻ്റെ ഭാഗമാണ്. അതെല്ലാം മനുഷ്യൻ ചെയ്യുന്ന അതിക്രമങ്ങൾ, അത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ തിന്മയുടെയും അന്ധകാരശക്തിയുടെയും നിയന്ത്രണത്തിലായിപ്പോയതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അതിനെ ദൈവനിശ്ചയം എന്ന് പറയാൻ പറ്റില്ല. അപകടങ്ങളെ ദൈവനിശ്ചയമാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു സംഭവം, പാലായിൽ നിന്നും തൊടുപുഴയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഐങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വണ്ടി മറിഞ്ഞ് കത്തി 16-18 പേര് മരിച്ച ഒരു സംഭവം അധികം നാളായിട്ടില്ല. ആ സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പെരുത്രാണ ഭവനിൽ ഇവിടെയാണ്. ഇവിടുന്ന് ഞാൻ തൊടുപുഴയ്ക്ക് പോകുമ്പോൾ ഈ ബസ് കത്തിക്കിടക്കുന്ന സ്ഥലത്ത് ഞാനൊന്ന് ഇറങ്ങി അല്പസമയം മൗനമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയി. ആ ദാരുണമായ രംഗം അത്രമാത്രം മനസ്സലിയിക്കുന്നതാണ്. അപ്പോൾ വേറെ ഒരു പാർട്ടി, കാഞ്ഞിരപ്പള്ളി സ്വദേശമായിട്ടുള്ള അവിടെ നിന്ന് വന്ന ഒരു പാർട്ടി ഒരു ടാറ്റ സുമോ വാഹനത്തിൽ അവിടെ വന്നിറങ്ങി. അവരും ഇതൊക്കെ കണ്ട് അവരും അല്പസമയം മൗനമായിട്ടൊക്കെ വന്നു. എന്നിട്ട് ആ കൂടെ ഉണ്ടായിരുന്ന അമ്മച്ചി എന്നോട് പറഞ്ഞതാണ്, ചട്ടമുണ്ടൊക്കെ എടുത്ത ഒരു നല്ല കുലീനത്വമുള്ള അമ്മച്ചി പറഞ്ഞതാണ്, അവർ 17 നവീകരണ ധ്യാനങ്ങൾ കൂടി ആണ്ടിലൊരു ധ്യാനം കൂടുക എന്നുള്ളത് പതിവാണ്. അടുത്തതായിട്ട് അച്ഛൻ്റെ ധ്യാനമാണ് കൂടാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞ്, എന്നാലും അച്ഛാ ഇവരുടെ തലവര ഇങ്ങനെയായി പോയല്ലോ, വരാനുള്ളത് വഴി തെങ്ങും അച്ഛാ എന്ന് ഓർത്ത് നോക്കുക. നമ്മൾ ഇത്രയെല്ലാം ധ്യാനം കൂടിയിട്ടും ഞാൻ ഓർക്കായിരുന്നു അമ്മച്ചിയുടെ ചിന്ത ഇതാണ്. ആ അമ്മച്ചിയെ കുറ്റപ്പെടുത്താൻ ഞാൻ പറഞ്ഞതല്ല, ഇത് പൊതുവേ നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു ചിന്താധാരയാണ്. അതായത് വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ല. തലേവര പോലെ എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ ദൈവം നിശ്ചയിച്ച പോലെ നടക്കും. അപ്പോൾ തലേവരയായി പോയി, ഇവരുടെ തലേവര ഇതായിപ്പോയി, വരാനുള്ളത് വഴിയിൽ തങ്ങിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വരാനുള്ളത് വഴിയിൽ തങ്ങാതെ സംഭവിക്കുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എല്ലാം ദൈവനിശ്ചയം പോലെ സമയത്ത് നടക്കുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. വാഹനം പുറപ്പെടുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളെ യാതൊരു അപകടവും കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമേ, വഴിയിലുണ്ടാകാവുന്ന എല്ലാ അപകടങ്ങളും ഒഴിവാക്കി തരണേ, ഈ വണ്ടിയുടെ യന്ത്ര സംവിധാനങ്ങളെല്ലാം നന്നായി പ്രവർത്തിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ, ഈ ഡ്രൈവർക്ക് നല്ല ഒരു ഉണർവും ഉന്മേഷവും അപകടം തിരിച്ചറിയാനുള്ള കഴിവുമൊക്കെ കൊടുക്കണമേ, വണ്ടിയിലുള്ള എല്ലാവർക്കും സുരക്ഷിതത്വം കൊടുക്കണമേ, വഴിയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ വാഹനങ്ങളെയും സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടോ? അർത്ഥമുണ്ട്. പക്ഷേ നമ്മൾ ഈ രീതി ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ അർത്ഥമൊന്നുമില്ല. വരാനുള്ളത് വഴി തങ്ങുകയല്ലെന്നും ഇന്ന വാഹനമായിട്ട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് കൂട്ടിയിടിക്കുക എന്നുള്ളത് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച കാര്യമാണെന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. അപ്പം നമ്മളൊന്ന് വിശ്വസിക്കുകയും വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിന് ഫലം കിട്ടും. ചിന്തിച്ച് നോക്ക്. വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ഒന്ന് വിശ്വസിക്കുക, വേറൊന്ന് പ്രാർത്ഥിക്കുക, അതൊക്കെ അനുഷ്ഠാനമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും.
അതേസമയം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ട്. കാരണം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമ്മൾ ദൈവകൃപ ഏറ്റുവാങ്ങുകയാണ്. നമ്മൾ ദൈവകൃപ കൊണ്ട് നിറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ഉള്ള അനുഭവം ആ പ്രാർത്ഥിക്കുമ്പോൾ സ്വീകരിക്കുന്ന കൃപ കൊണ്ടാണ് സംഭവിക്കുന്നത്. നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നീ വിധിക്കപ്പെടും. നീ വിധിക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു വിധി വിധിച്ചെന്താ? ദൈവത്തിൻ്റെ കരുണയാലും സഹായത്താലും എനിക്ക് രക്ഷയുണ്ട് എന്ന് ഒരു വിധി വിധിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. അവിടെ അപകടങ്ങൾ ഒഴിവായി പോകും. ദൈവകൃപയാൽ അപകടങ്ങൾ ഒഴിവായി പോകും. എന്നാൽ ഇങ്ങനെ വിചാരിക്കാതിരിക്കട്ടെ, ദൈവം എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുക, ആ നിശ്ചയം പോലെ കാര്യങ്ങൾ നടക്കും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾക്ക് അവിടെ യാതൊരു ഭാഗഭാഗത്തുമില്ല. നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എല്ലാം വിധി എന്ന് പറഞ്ഞ് ആ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ഒരു ദർശനം ഈ ഭാരതത്തിൽ, നമ്മൾ ജീവിക്കുന്ന ഈ ഭാരതത്തിലുണ്ട്. എല്ലാം ഭഗവാന്റെ ലീല പോലെ, ദൈവത്തിൻ്റെ മുൻ തീരുമാനം പോലെ, വിധി പോലെ നടക്കും. എല്ലാം വിധിയാണ്, ഫെയ്റ്റാണ്. ഫെയ്റ്റ് എന്നവർ ഫെയ്റ്റാണ്. ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആശ്വസിക്കാൻ സാധിക്കും കുറേശ്ശൊക്കെ. അപ്പോൾ ആശ്വസിച്ചാൽ തിന്മയ്ക്ക് കീഴടങ്ങായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മളാരും തിന്മയ്ക്ക് കീഴടങ്ങണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തിന്മയ്ക്ക് മേൽ വിജയം വരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തിന്മയ്ക്ക് കീഴടങ്ങുകയല്ല. ഞാൻ സുവിശേഷത്തിലൊരു ഭാഗം ഓർമ്മ വരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ യേശുവും ശിഷ്യന്മാരും കൂടി വള്ളത്തിൽ സഞ്ചരിക്കുകയാണ്. അന്ന് സായാഹ്നമായപ്പോൾ, 4-ാം അധ്യായം 35-ാം വാക്യം മുതലാണ്. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചേറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഈ വലിയ കെടുതിയും ക്രമക്കേടും പ്രശ്നവും ഉണ്ടായപ്പോൾ യേശു എന്തു ചെയ്യായിരുന്നു? അമരത്ത് തലയണ വെച്ച് സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അല്പമൊക്കെ വിവരമുള്ളവരാണ്, കടലിൽ സഞ്ചരിക്കാൻ പഠിച്ചവരാണ്, അവർ ഈ കോളും കാറ്റുമൊക്കെ കണ്ടവരാണ്. അവരതൊക്കെ ഒന്ന് ശാന്തമാക്കാൻ, അല്ലെങ്കിൽ അതിനകത്ത് ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് 18 അടവും പയറ്റി നോക്കി. പറ്റുന്നില്ല. അറ്റ കൈയായിട്ട് അവർ യേശുവിനെ വിളിച്ചു. കർത്താവെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇത് ഗവനിക്കുന്നില്ലേ എന്ന് ചോദിച്ച് വിളിച്ച് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ മാത്രമേ യേശു ഉണർന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവരുടെ വിശ്വാസക്കുറവിനെ അവൻ ശാസിച്ചു. എന്ന് പറഞ്ഞാൽ, ഇച്ചിരി നേരത്തെ നിങ്ങൾക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ? ഇത്ര നേരം എന്തിനാണ് വെയിറ്റ് ചെയ്തത്? ഞാൻ നിങ്ങളുടെ കൂടെ പണ്ടേ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളെന്തേ വിളിക്കാതെ? അപ്പം വിളിക്കാതെ അവിടെ നിന്ന് ഉണരുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അർത്ഥം, വിശ്വാസമുള്ളിടത്ത് മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആശ്രയബോധമുള്ളിടത്തേ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കാണുന്നുണ്ട്, ഖഫർനഹൂമിൽ അവിടുന്ന് അത്ഭുതങ്ങളൊന്നും കാര്യമായിട്ട് പ്രവർത്തിച്ചില്ല. കാരണം എന്താ? അവിടുത്തെ ജനം വിശ്വസിച്ചില്ല. വിശ്വാസത്തോടു കൂടി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടപ്പോൾ ശക്തി അവനിൽ നിന്ന് ഒഴുകി വന്നു. അവനിൽ ശക്തി നിറഞ്ഞു മുറ്റി നിൽക്കുക. അവനിങ്ങനെ ശക്തനാണ്, ഉറങ്ങിക്കിടക്കും. എന്താ കാരണം? ഇത് ഈ ശക്തി ഏറ്റുവാങ്ങാനായിട്ട് ഒരുങ്ങുന്നവർക്കേ, അല്ലെങ്കിൽ സജ്ജമാകുന്നവർക്കേ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ദൈവം തരുന്നു എന്നത് സ്വീകരിക്കുമ്പോഴേ ദൈവത്തിന് തരാൻ പറ്റുള്ളൂ. സ്വീകരിക്കാൻ ഒരുങ്ങണം, അപ്പോഴേ തരാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുക്കമില്ലാത്തവരായതുകൊണ്ടാണ് നമുക്ക് തരാൻ ദൈവത്തിന് പറ്റാത്തത്. അപ്പം ഈ സംഭവത്തിലൂടെ കർത്താവ് പറയുന്നു, വിളിച്ച് കരഞ്ഞ് എൻ്റെ ശക്തി സ്വീകരിക്കാൻ നിങ്ങൾ സജ്ജമാകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ കൊടുക്കൽ എന്നത് സ്വീകരിക്കൽ, അതിനുള്ള ഒരുക്കമുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നു എന്നിരിക്കട്ടെ. ഭയങ്കരമായിട്ട് കരയുമ്പോൾ അമ്മ മുല കൊടുക്കുന്നു. ഒത്തിരി കരയുമ്പോൾ അമ്മ മുല കൊടുക്കുമ്പോൾ അതിനർത്ഥം എന്താണെന്നറിയോ? കൊച്ച് സ്വീകരിക്കാൻ സജ്ജമായി എന്നുള്ളതാണ്. അമ്മയ്ക്ക് പണ്ടേ കൊടുക്കാനുള്ള സന്മനസ്സാണ്. പക്ഷെ കൊച്ച് സ്വീകരിക്കാൻ തയ്യാറാകാതെ കൊടുത്താൽ ശരിയാകില്ല. അതുകൊണ്ട് കൊച്ച് സ്വീകരിക്കാൻ ശരിക്കും സജ്ജമായപ്പോൾ അമ്മ കൊടുക്കുന്നു. അപ്പോൾ അമ്മയുടെ കൊടുക്കലും കൊച്ചിൻ്റെ സ്വീകരിക്കലും ഒന്ന് തന്നെയാണ്. സ്വീകരിക്കലും കൊടുക്കലും രണ്ടല്ല, ഒരേ പ്രവൃത്തിയാണ്. അമ്മ കൊച്ചിന് മുല കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കൊച്ചു മുല കുടിക്കുന്നു തന്നെ അർത്ഥം. രണ്ടും ഒരു പ്രവൃത്തിയാണ്. കൊടുക്കലും കുടിക്കലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ദൈവം നമുക്ക് തരുന്നു, എല്ലാം തന്നിരിക്കുന്നു. പക്ഷേ സ്വീകരിക്കാൻ നമ്മൾ സജ്ജമാകാത്തതുകൊണ്ട്, അവിശ്വാസം കൊണ്ട് നമ്മൾ സജ്ജമാകാത്തതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഏത് ഡിസോർഡറിനെയും നേരെയാക്കാനോ അതിനപ്പുറം കിടക്കാനോ ഉള്ള കൃപ ദൈവം തരുന്നുണ്ട്. അതാണ്, നിങ്ങൾ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ
മല മാറും. ഈ തൂസാവർഷത്തോട് ഇവിടെ നിന്ന് കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ വീഴും. പക്ഷേ വിശ്വാസത്തോടുകൂടി, ദൈവാശ്രയബോധത്തോടുകൂടി നീ വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോൾ അവിടെ ദൈവം ഇടപെടും. വിശ്വസിക്കുന്നവരിൽ മാത്രമേ ദൈവത്തിന് ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല ശക്തമായ വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ദൈവനാമത്തിൽ പറയുമ്പോൾ, തീർച്ചയായിട്ടും അവിടെ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കും, അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഏതൊരു പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിക്കണം. ഏതൊരു സംഭവങ്ങൾക്കും അല്ലെങ്കിൽ ഏതൊരു ഉദ്യമങ്ങൾക്കും മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് അവിടെ ദൈവത്തിൻ്റെ ശക്തി ഇടപെടും. അവിടെ നമുക്ക് എല്ലാം എളുപ്പമായി തീരും, അപകടങ്ങൾ ഒഴിവായി പോകും. അതേസമയം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാം തലവര പോലെ വരും, വരാനുള്ളത് വഴി തങ്ങുകയില്ല എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അക്രൈസ്തവമായ ചിന്തയിലാണ്, ഫെയ്റ്റ് എന്ന് പറയുന്ന ചിന്തയിലാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഞാൻ ഇടുക്കിയിൽ നിന്ന്, ഇപ്പം ഞാൻ കട്ടപ്പനയാണല്ലോ, കട്ടപ്പന നോയ്സ് മാസ്റ്ററാണ്. ഇപ്പം അവിടെ സെമിനാരിയൊക്കെ ഉണ്ട്. സെമിനാരിക്കാർ പിള്ളേരെ 15 പേരുണ്ട് അവിടെ. അതുകൊണ്ട് ഇപ്പോൾ അധികം ധ്യാനങ്ങളൊന്നും പ്രസംഗിക്കുന്നില്ല, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അമ്മച്ചി സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് തൊടുപുഴയിൽ നിന്ന് ഡോക്ടേഴ്സ് തന്നെ എന്നെ വിളിച്ചു. അച്ഛൻ ഇപ്പോൾ അമ്മയുടെ അടുത്തുണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് അവരുടെ ബന്ധം കൊണ്ട്, പരിചയം കൊണ്ട് വിളിച്ചതാണ്. അപ്പോൾ ഞാൻ രാത്രി ഇച്ചിരി വൈകി, ഞാൻ എൻ്റെ കൊച്ചു വാഹനത്തിൽ, മാരുതി 800 എന്ന കൊച്ചു വാഹനത്തിൽ ഞാനിങ്ങനെ ഇടുക്കിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ തൊടുപുഴ ആശുപത്രിയിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ വഴിയിൽ ഒരു ആന നിൽക്കുന്നു, ഒരു ഒറ്റ ആന നിൽക്കുകയാണ്. രാത്രിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആന കണ്ടപ്പം നിർത്തി. അപ്പോൾ ഞാനിങ്ങനെ നിർത്തിയപ്പം ഇനി എന്ത് ചെയ്യണമെന്നൊന്നും ചിന്തിക്കുന്നൊന്നുമല്ല, അവിടെ നിർത്തിയിട്ട് സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി, കർത്താവല്ലേ പറഞ്ഞ ആനയോട് മാറാൻ പറഞ്ഞ ആന മാറും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവിന് നാമത്തിൽ ഞാൻ പറയുന്നു, ആനയെ എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ആന ഒരു ചുവട് മുന്നോട്ട് കയറി നിന്ന് പുല്ല് കുറച്ച് തിന്നുക, ഒരു ചുവട് കയറി നിന്നു. ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ്, ഞാൻ ആ പറഞ്ഞ സമയത്ത് ചാടി ഓടി അങ്ങ് പോകുന്ന ഞാൻ ഓർത്തെ. പക്ഷേ ആന പോയില്ല, ആന അവിടെ വന്നു. പക്ഷെ ഒരു ചുവട് മാറുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഒരു അത്ഭുതം നടന്നതാണ്. ആ സമയത്ത് ഒരു വലിയ ശക്തി എന്നെ ആവസിച്ചു. ആ ശക്തി എന്നെ ആവസിച്ചതിന് ശേഷം ഞാനൊരു സ്വരം കേട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ശക്തമായൊരു പ്രചോദനം ഉണ്ടായെന്ന് വിചാരിച്ചാൽ മതി. ഈ ആനയൊക്കെ ഞാനല്ലടാ നിയന്ത്രിക്കുന്നത്, നീ ഞങ്ങൾ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് വെക്കൂ, ഞാനല്ല എൻ്റെ കൂടെ ഉള്ളത്, നീ വണ്ടി ഓടിച്ചുകൊണ്ട് വെക്കൂ. ഈ ധൈര്യം കിട്ടിയപ്പോൾ ഞാൻ കൂളായിട്ട് ആനയെ വേണ്ട പോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ച് ഞാൻ അപ്പുറം പോയി, ആനയുടെ തൊട്ടടുത്തൂടെ അങ്ങ് പോയി. വേണമെങ്കിൽ ആന അവിടെ നിന്നൊന്ന് തൊഴിച്ചാൽ എൻ്റെ വണ്ടിയൊക്കെ തെറിപ്പിച്ച് കളയാമെന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്, ഈ വലിയ പ്രശ്നം ആന മാറിയില്ലെങ്കിലും ഈ പ്രശ്നത്തിനപ്പുറം ഞാൻ കടന്നു. എങ്ങനെ കടന്നു? കർത്താവ് തന്ന ധൈര്യം കൊണ്ട്, കർത്താവ് തന്ന ധൈര്യമുള്ളതുകൊണ്ട്. കർത്താവ് നിന്നെ ഞാൻ സംരക്ഷിക്കും, നിനക്ക് പോകാനുള്ള സ്പേസ് അവിടെ ഉണ്ടല്ലോ, ആന മാറിയില്ലെങ്കിലും നിനക്ക് പയ്യെ അങ്ങ് പോകാമല്ലോ. അപ്പോൾ കർത്താവ് ആനയെ നിയന്ത്രിക്കും എന്ന ആ വിശ്വാസം, ആ ഒരു ധൈര്യം, ആ ധൈര്യം കിട്ടിയപ്പോൾ ആന എന്ന പ്രശ്നം അവിടെ മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വിശ്വാസത്തോടെ പറയുമ്പോൾ ആ പറച്ചിലിൻ്റെ സമയത്ത് ഒരു ആവിഷ്കാരമാണ്. ഞാൻ എൻ്റെ വിശ്വാസത്തെ ആവിഷ്കരിക്കുകയത്. വിശ്വാസത്തെ ആവിഷ്കരിച്ചപ്പോൾ കർത്താവിൻ്റെ ശക്തി എന്നിലേക്ക് ആവസിച്ചത് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ മാന മാറിയില്ലെങ്കിലും പ്രശ്നം തീർന്നു. അതാണ്. അപ്പോൾ ഏതൊരു പ്രശ്നത്തിൻ്റെയും മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ ആ പ്രശ്നം മാറും, അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ മുകളിലൂടെ നമ്മൾ കടന്നു പോകും പരിക്കില്ലാതെ. അല്ലെങ്കിൽ ഏത് പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാൻ, നേരിടാനും സാധിക്കുന്ന വലിയ ശക്തിയും കരുത്തും കിട്ടും എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ശിഷ്യന്മാർ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ശക്തി കിട്ടി. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. എല്ലാ ക്രമക്കേടുകളും നമ്മെ ഭയപ്പെടുത്തിയേക്കാം, പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. ശക്തനായവൻ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവൻ നമ്മുടെ കൂടെ ഉണ്ട്, ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന നമ്മുടെ കൂടെ ഉണ്ട്. എവിടെയും വരാൻ സാധിക്കുന്ന രീതിയിൽ അവിടുന്ന് അരൂപിയാണെന്ന്. അതുകൊണ്ട് എവിടെയും ഓടിയെത്താൻ പറ്റും. ഫ്ലൈറ്റിലിരിക്കുമ്പോഴും കടലിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും എവിടെയും ഏത് കാടിന് നടക്കും അവിടത്തേക്ക് ക്ഷണം കൊണ്ടെത്താൻ പറ്റുന്ന ശക്തനായവൻ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരിക്കലും ഭയപ്പെടേണ്ടി വരുന്നില്ല. ആ വിശ്വാസം ഉണ്ടെങ്കിൽ, ആ വിശ്വാസം അവനോടുള്ള വിശ്വസ്തതയിൽ നിന്നും കൂടെയാണ് വരുന്നത് എന്നത് വേറൊരു വിഷയം. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിൽ ക്രമക്കേടുകളുണ്ട്, അത് ഒരുപക്ഷെ നമ്മളെ ബാധിക്കും. അങ്ങനെ ബാധിക്കുമ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നു എന്നാരും ധരിക്കരുത്. ആ ദൈവം തരുന്ന ശിക്ഷയല്ല, നമ്മുടെ മനുഷ്യവർഗം മൊത്തത്തിൽ വരുത്തിയ ക്രമക്കേടാണ്. ഈ ക്രമക്കേടുകൾ നമ്മളെ ബാധിച്ചെന്ന് വരാം. രോഗാണുക്കളായിട്ട്, അല്ലെങ്കിൽ അപകടങ്ങളായിട്ട്, ഭൂമികുലക്കമായിട്ട്, കൊടുങ്കാറ്റായിട്ട് ഒക്കെ ബാധിച്ചെന്ന് വരാം.
പക്ഷേ ആ ബാധിക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഇതിൻ്റെ അപ്പുറം കിടക്കാൻ നമുക്ക് കരുത്ത് കിട്ടും. അപ്പോൾ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്, കൂടുതൽ ശക്തരായി. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ശക്തരായി തീരുന്നു, വളരുന്നു. അതാണ് പൗലോസ് യാക്കോബിലെ പറഞ്ഞത്. യാക്കോബിൻ്റെ ലേഖനം നേരത്തെ വായിച്ചു, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്ഥിരത ലഭിക്കും, അങ്ങനെ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരും എല്ലാം തികഞ്ഞവരുമായി തീരും എന്ന് പറഞ്ഞത്. നമുക്കറിയാം, ഇവിടെ നിനിവേ നിവാസികളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നിനിവേ നിവാസികൾ പാപത്തിൽ മുഴുകി. നിനിവേക്കാർ പാപത്തിൽ മുഴുകിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ചില ക്രമക്കേടുകൾ വരാൻ പോകുന്നു, പാപത്തിൻ്റെ ഫലമായിട്ട് ചില ഡിസോർഡറുകൾ വരാൻ പോകുന്നു. അത് അറിഞ്ഞ ദൈവം എന്ത് ചെയ്തു? യോനാ പ്രവാചകനെ അങ്ങോട്ട് അയച്ചു. യോനാ പ്രവാചകനെ അയച്ചിട്ട് ദൈവം എന്താ യോനാ പ്രവാചകനോട് പറഞ്ഞത്? മാനസാന്തരപ്പെട്, ദൈവത്തോട് ഐക്യപ്പെട്, ദൈവത്തോട് യോജിച്ച് നിൽക്കുക. അങ്ങനെ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ഐക്യപ്പെടാനായിട്ട് നിനിവേക്കാർ തയ്യാറായി. അപ്പോൾ അവിടെ ഉണ്ടാകുമായിരുന്ന ക്രമക്കേടുകളും അപകടങ്ങളും എല്ലാം ഒഴിവായിപ്പോയി. ഇതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അവരെ ശിക്ഷിക്കാനിരുന്നു. അവർ ഉപവസിക്കുകയും ചാക്കുടുത്ത് ചാരം പൂശുകയും അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം മനസ്സ് മാറ്റി ശിക്ഷ ഒഴിവാക്കിയതാണെന്നാണ് അന്നത്തെ ആളുകളുടെ ചിന്ത. ഇപ്പം നമുക്കിന്ന് ചിന്തയുണ്ട്, സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്നു എന്ന് പറയുന്ന പോലെ അന്നത്തെ ആളുകളുടെ ചിന്ത ഏതാണ്? നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം മനസ്സ് മാറ്റി, ദൈവം ശിക്ഷയിൽ നമ്മളെ ഒഴിവാക്കി, ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ സംഭവിച്ചെന്താണ്? ദൈവം മനസ്സ് മാറ്റുകയല്ല ചെയ്തത്. ദൈവത്തിനൊരു മനസ്സ് മാറ്റത്തിൻ്റെ ആവശ്യമില്ല. ആർക്കാ മനസ്സ് മാറ്റത്തിൻ്റെ ആവശ്യമുള്ളത്? ദുഷ്ടമായ മനസ്സുമായിട്ടിരിക്കുന്നവരാണ് മാറ്റേണ്ടത്. നല്ല മനസ്സായ ദൈവത്തിന് മാറ്റേണ്ട കാര്യമില്ല. നമ്മളൊരു തീരുമാനം എടുത്താൽ തിരുത്തേണ്ടത് എപ്പോഴാണ്? ആ തീരുമാനം അത്ര ശരിയല്ലാതെ വരുമ്പോഴാണ് തിരുത്തേണ്ടത്. അപ്പം ദൈവത്തിനൊരിക്കലും ഒരു തീരുമാനം മാറ്റേണ്ട ആവശ്യമില്ല, തിരുത്തേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ മനസ്സിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല. അത്ര നല്ല മനസ്സാണ്. നിനിവേക്കാരുടെ മനസ്സാണ് മാറിയത്. യോനാ പ്രവാചകൻ്റെ പ്രസംഗം കേട്ട് നിനിവേക്കാർ മനസ്സ് മാറ്റുകയും അവർ മാനസാന്തരപ്പെടുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം, ശക്തി, കൃപ അവരിലേക്ക് ഒഴുകി വന്നു. അങ്ങനെ ആ നിനിവേ നഗരം മുഴുവൻ അത് വ്യാപിച്ചു. അങ്ങനെ അവിടെ ഒരു ഡിസോർഡർ മാറി ഓർഡർ ഉണ്ടായി. അങ്ങനെ അവിടെ സുസ്ഥിതി ഉണ്ടായി. ഇതാണ് സത്യം. അപ്പം നമ്മൾ ഏതൊരു പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാൻ സാധിക്കും, ദൈവത്തിന് അവിടെ ഓർഡർ ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി അവിടുന്ന് പരിണമിപ്പിക്കും എന്ന് നമുക്കറിയാമല്ലോ. റോമർ 8:28. അപ്പം ദൈവം ഇടപെട്ട്, യേശുക്രിസ്തു ഇടപെട്ട് എല്ലാം നന്മയാക്കി പരിണമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചുമ്മാ നന്മയായിട്ട് പരിണമിക്കുകയല്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് സാമ്പത്തികമായ തകർച്ച ഉണ്ടായെന്നിരിക്കട്ടെ. ഈ സാമ്പത്തികമായ തകർച്ച ചിലപ്പോഴൊരു കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കാം. അതേസമയം ആ സാമ്പത്തിക തകർച്ച തന്നെ ദൈവാശ്രയബോധത്തിലേക്കും വലിയൊരു ആധ്യാത്മിക നവീകരണത്തിലേക്ക് നയിക്കാം. കണ്ടോ, ഒരേ സംഭവം തന്നെയാണ്. പക്ഷേ ദൈവമായ കർത്താവ് ഇടപെടാനിടയായാൽ അവിടെയെല്ലാം അതെല്ലാം നന്മയാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അവർ ദൈവാനുഭവത്തിലേക്ക് വരും. ദൈവമായ കർത്താവിനെ ഇടപെടുത്താത്തവരോ അവർ ചിലപ്പോൾ കൂട്ട ആത്മഹത്യയിലേക്ക്, നിരാശയിലേക്കും പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഇവിടെ തിന്മ വരുത്തുകയല്ല, ഇവിടെ വന്ന് ഭവിച്ച തിന്മയിൽ ഇടപെട്ട്, തകർച്ചയിൽ ഇടപെട്ട് അവിടെയെല്ലാം രക്ഷ കൊണ്ടുവരികയാണ് ദൈവം ചെയ്യുന്നത്. അതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് അനീതിയാണ്. നമ്മൾ കാണുന്നത് ഈ അനീതിയെ ദൈവനീതിയാക്കി അവിടുന്ന് മാറ്റി. ലോകം കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയ അനീതിയാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ ആ അനീതി എന്തായിട്ട് മാറി? മനുഷ്യന് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്ന, ദൈവത്തോട് ഐക്യപ്പെടാൻ കഴിയുന്ന ഒരു നീതിയാക്കി അവിടുന്ന് മാറ്റി. അപ്പോൾ ഇവിടെ നടക്കുന്ന സകല സംഭവങ്ങളെയും ദൈവനിശ്ചയമായിട്ട് കാണരുത്. എന്നാൽ ഏതിലും ദൈവം ഇടപെടുകയും എല്ലാം നന്മയാക്കി മാറ്റുകയും ചെയ്യും എന്ന സത്യത്തെ നമ്മൾ മറക്കരുത്. പലപ്പോഴും ഇപ്പം മരണം സംഭവിക്കുന്നു. നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരാളൊരിക്കൽ മരിച്ചു, തെറ്റി വീണാണ് മരിച്ചത്. വഴുവഴുപ്പുള്ള സിമൻ്റ് തറയിൽ ചവിട്ടി തെറ്റി വീണ് സിമൻ്റ് സ്ലാബിൽ തലയടിച്ചാണ് മരിക്കുന്നത്. 48 വയസ്സ് പ്രായം മരിക്കുന്ന ആൾക്ക്. ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊരു വ്യാഖ്യാനം: ദൈവമാണല്ലോ ആയുസ്സിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത്. ഈ സഹോദരൻ ആ നാട്ടിലെ ഏറ്റവും തങ്കപ്പെട്ട ഒരു മനുഷ്യൻ, പുണ്യപൂർണതയുള്ള
എന്ന് പറയാവുന്ന തരത്തിൽ ഒരു നല്ല മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ ആയുസ് 48 ദൈവം നിശ്ചയിച്ചു. അതുകൊണ്ട് 48-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ മരിച്ചു. അപ്പോൾ ആയുസിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കുന്ന ദൈവമാണ്. ഒരു കൊച്ചു കുട്ടി മരിച്ചു, 6 വയസ്സ്. ദൈവമാണ് ആയുസിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത്. തോട്ടക്കാരന് തോട്ടത്തിലെ ഏത് പൂവും മൊട്ടും പറിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ഇതാ ദൈവം ഈ പൂമൊട്ടിനെ പറിച്ചെടുത്തിരിക്കുന്നു, 5 വയസ്സായി, വിരിയുന്നതിന് പറിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ മേലെ നമ്മൾ ആരോപിക്കുക. അപ്പം ദൈവം നിശ്ചയിച്ചു, ദൈവം ചെയ്തു. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ദൈവത്തിൻ്റെ മേലെ ആരോപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവത്തോട് സ്നേഹം ജനിക്കുന്നതിന് പകരം ദൈവത്തോട് വിഷമം ഉണ്ടാകുന്നത്. ദൈവം എന്തിനാണ് ഈ ക്രൂരത ചെയ്തത്? ഇച്ചിരിയുടെ ആ കൊച്ചിനെ ഒന്ന് ജീവിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ 48-കാരൻ തെറ്റ് വീണപ്പോൾ അതും ദൈവം നിശ്ചയം. അങ്ങനെയാണെങ്കിൽ ഒരാൾ കെട്ടിത്തൂങ്ങി ചെത്താൻ എന്ത് പറയേണ്ടി വരും? അതും ദൈവനിശ്ചയം. അപ്പോൾ ഇതെല്ലാം ദൈവനിശ്ചയമാകുമോ? ഒരിക്കലും ആകില്ല. ദൈവനിശ്ചയത്തിന് വിരുദ്ധമായ പ്രവൃത്തി ചെയ്യാൻ മനുഷ്യന് സാധിക്കുമോ? സാധിക്കും. അതാണല്ലോ പാപം എന്ന് പറയുന്നത്. അതാണല്ലോ ഇവിടുത്തെ അതിക്രമം എന്ന് പറയുന്നത്. ദൈവനിശ്ചയത്തിന് വിരുദ്ധമായ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പാപവും അതിക്രമമൊക്കെ. അപ്പോൾ അതൊക്കെ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അതിനും ശക്തി ദൈവത്തിൽ നിന്നാണ് കിട്ടിയതെന്നുള്ളത് ശരിയാണ്. പക്ഷെ ദുരുപയോഗിച്ചു എന്നുള്ളതാണ്. ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചു, ശക്തിയെ ദുരുപയോഗിച്ചു. പക്ഷെ അത് ദൈവനിശ്ചയമായിട്ട് കാണാൻ പറ്റിയല്ല. പക്ഷെ അവിടെയും ദൈവം ഇടപെടും. വിളിച്ചാൽ ദൈവം ഇടപെടും. ദൈവത്തെ ഇടപെടുത്തിയാൽ ദൈവം ഇടപെടും. അനീതി സഹിക്കുന്ന ആർക്കും ദൈവം അവിടെ ഇടപെട്ട് വലിയ നീതി കൊടുക്കും. അത് ശരിയാണ്. പക്ഷേ ഈ അനീതി ദൈവം വരുത്തി വെച്ചതോ ദൈവം ആവശ്യപ്പെട്ടിട്ട് ചെയ്തോ അല്ല. നമുക്ക് ഈ പശ്ചാത്തലത്തിൽ ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോയ്ക്ക് കുരിശു കൊടുത്തത് പിതാവായ ദൈവമാണോ? ഈശോയ്ക്ക് കുരിശുമരണം പിതാവായ ദൈവം കൊടുത്തതാണോ? കൊടുത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തത് അല്ല. ആരാണ് കൊടുത്തതെന്ന് വെച്ചാൽ പാപികളായ മനുഷ്യരാണ് കൊടുത്തത്. പക്ഷെ പിതാവായ ദൈവം പറഞ്ഞു, ഈ സമയത്ത് നീ പാപികളുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ഈ കുരിശുമരണത്തിന് വിധേയനായി ദൈവം എത്ര സ്നേഹവാനാണെന്ന് നീ തെളിയിക്കുക. മനസ്സിലായോ? അപ്പം കുരിശ് കൊടുത്തത് പിതാവല്ല, എടുക്കാൻ പറഞ്ഞത് പിതാവാണ്. കൊടുത്തത് പിതാവല്ല, എടുക്കാൻ പറഞ്ഞത് പിതാവാണ്. ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ ഈ അവസ്ഥയെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ നീ പ്രയോജനപ്പെടുത്തുക. പുത്രൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. അല്ലാണ്ട് പിതാവ് അവനെ നിർബന്ധിച്ച് ചെയ്യിച്ചൊരു കാര്യമല്ല. ആ ദൈവസ്നേഹം വെളിപ്പെടുത്താൻ ഇതിനെ ഒരു അവസരമാക്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ആരെങ്കിലും എന്നെ തല്ലുക എന്നത് ദൈവനിശ്ചയമല്ല, ദൈവത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട കാര്യമല്ല. ദൈവനിശ്ചയത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും എന്നെ തല്ലിയാൽ എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു നിശ്ചയമുണ്ട്. തല്ലുകൊള്ളുന്ന നീ അവനോട് ക്ഷമിച്ച് പുറത്ത് മാപ്പ് കൊടുത്ത് അവനെ സ്നേഹിച്ച് ദൈവം സ്നേഹമാണെന്ന് വെളിപ്പെടുത്തി അവനെ ദൈവത്തെങ്കിലേക്ക് മടക്കിക്കൊണ്ടിരുക എന്നൊരു പദ്ധതിയുണ്ട്. തൻ്റെ പുത്രനെക്കുറിച്ചും ദൈവത്തിനുള്ള പദ്ധതി ഇതായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ദൈവനിശ്ചയമായിരുന്നെന്ന് ചോദിച്ചാൽ എല്ലാം ദൈവനിശ്ചയമായിരുന്നില്ല. യേശുവിനെ തല്ലിയതൊന്നും ദൈവനിശ്ചയമായിരുന്നില്ല. പക്ഷേ ആ ദൈവനിശ്ചയത്തിന് വിരുദ്ധമായി നടന്ന സംഭവങ്ങളാണത്. പക്ഷേ അവിടെയും ദൈവം ഇടപെട്ടു. അവിടെയും ദൈവ നീതിയെ വെളിപ്പെടുത്തി, അവിടെയും ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി. അങ്ങനെ ദൈവം അത് നന്മയാക്കി മാറ്റി, രക്ഷയാക്കി മാറ്റി. അത്രയും നമ്മൾ ധരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ നടക്കുന്ന സകല തിന്മയെക്കുറിച്ചും ദുഷ്ടതയെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്കൊരു കാഴ്ചപ്പാട് കിട്ടും. ഇതെല്ലാം ദൈവം തന്നതാണ് എന്ന് പറയരുത്. ദൈവം ഇതിനകത്ത് ഇടപെട്ട് നന്മയാക്കി തരുന്നത് കൊണ്ട് ദൈവ തൃക്കരങ്ങളിൽ നിന്നപോലെ നമ്മൾ സ്വീകരിക്കാം. യേശു ദൈവ തൃക്കരങ്ങളിൽ നിന്ന് എന്നതുപോലെ കുരിശ് സ്വീകരിച്ചു. അങ്ങനെ നമുക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിപരീത സാഹചര്യങ്ങളെയും ദൈവ തൃക്കരങ്ങളിൽ നിന്ന് എന്നപോലെ സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ ഇടപെടുത്തി രക്ഷയിലേക്ക് അതിനെയും കൊണ്ടുവരാം. അപ്പോൾ പിന്നെ ഇവിടെ പ്രശ്നങ്ങളെല്ലാം നന്മയായിട്ട് തരും. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം തോന്നുന്നതായിരിക്കും ഏറ്റവും വലിയ നന്മ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇവിടെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഏത് പ്രശ്നത്തെയും ദൈവമായ കർത്താവിനെ ഇടപെടുത്തിയാൽ അവിടെ എല്ലാം വലിയ രക്ഷയുടെ അനുഭവം ഉണ്ടാകും, ദൈവാനുഭവം ഉണ്ടാകും, ദൈവത്തോട് ഐക്യപ്പെടുന്ന അനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്.